ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഇടുക്കി ജില്ലയിൽ വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ്. എക്സാക്റ്റ് നിൽക്കുന്ന സ്ഥലത്തിന് പേര് മക്കവള്ളി എന്നാണ്. ഇതുകൊണ്ട് എന്തൊരു സുന്ദരമായൊരു അരുവിയുണ്ടോ, നല്ല അരുവി. ഇപ്പം ഞങ്ങളിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കുറേ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ അദ്ദേഹം ഒരു പരീക്ഷണാർത്ഥം വെച്ചിരിക്കുകയാണ്. ഏലമാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ റബ്ബറായിരുന്നു നേരത്തെ. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഉള്ളിലെല്ലാം ഇപ്പോഴത്തെ ഏലച്ചെടി പിടിപ്പിച്ചേക്കാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഫുള്ളായിട്ട് ഇറിഗേഷൻ ഓട്ടോമാറ്റിക് ആക്കുക. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏലം ചെറുതായതുകൊണ്ട് പൈപ്പ് ഇതിൻ്റെ ചോട്ടിയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഓരോ ചോട്ടിലും നമ്മളിങ്ങനെ മിസ്റ്റിൻ്റെ നോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചെടിക്ക് കൊടുക്കാം. ചെടി ഒന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൈപ്പ് പൊക്കണം. ഒരു മഴ പോലെ മുകളിൽ നിന്ന് വരുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള സിസ്റ്റംസ് ഇപ്പോൾ ഞങ്ങളിത് ടെസ്റ്റ് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണത് വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പം ഇത് ഏതാണ്ട് 2 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി നന്നായിട്ടുണ്ട്. പക്ഷേ ഈ മുകളിലേക്ക് ഇങ്ങനെ ഹിൽ സൈഡാണ്, ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റബ്ബറാണ് പ്രധാനമായിട്ട് നിൽക്കേണ്ടത്. റബ്ബറിൽ വലിയ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഏലം ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഏലം കംപ്ലീറ്റ് നനയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള നനയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 നേരം നനയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങൾ വെളുപ്പിന് മാത്രമാണ് ഇപ്പോൾ നനയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. രാവിലെയും വൈകുന്നേരം നനയ്ക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായി വർക്ക് കിടക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇലക്ട്രോണിക് വാൽവ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോളിനോഡ് വാൽവ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാണിച്ചു തരാം. ഇതാണ് സോളിനോഡ് വാൽവ്. സോളിനോഡ് വാൽവിന് പാരലായിട്ട് നമ്മൾ നോർമൽ വാൽവ് ഉണ്ട്. കാരണം എപ്പോഴെങ്കിലും ഒരു മെയിൻ്റനൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി ഒരു വാൽവ് ഇവിടെ ഉണ്ട്. ഇതിൽ നിന്നാണ് ഈ ലാറ്ററൽ പൈപ്പ് വഴിയാണ് നമ്മൾ മിസ്റ്റ് പോയിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മോട്ടറൊക്കെ വെച്ചിരിക്കുന്ന കൺട്രോൾ റൂം. ഇതാണ് സബ്മേഴ്സിബിൾ 1.5 HP ടെക്സ്മോയുടെ സബ്മേഴ്സിബിൾ മോട്ടറാണ് വെച്ചിരിക്കുന്നത്. വർക്ക് ഞങ്ങൾ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇനി ഒരാഴ്ചയിൽ കൂടിയാണ് കഴിഞ്ഞാലാണ് ഫുള്ളായിട്ട് വർക്ക് തീരത്തുള്ളൂ. ഇതെല്ലാം പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണക്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയതാണ്. മെറ്റീരിയൽ സെക്ഷൻ ഇതാണ്. സോളിനോഡ് വാൽവൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഒരു ലൈൻ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ തന്നെ. ഇവിടെ നമ്മൾ വെഞ്ചുറി വഴി നമ്മൾ വളമോടെ കൂടി ഫെർട്ടിലൈസറുടെ കൂടി കൊടുക്കാനുള്ളൊരു പരിപാടിയുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെഞ്ചുറി പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇറിഗേഷനുടെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് വളവും കൂടി കൊടുക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതപ്പോൾ നമ്മൾ ഒന്ന് മാനുവലായിട്ട് ടെസ്റ്റ് ചെയ്താണ്. ഇതിൻ്റെ ഫുൾ പണി കഴിയുമ്പോൾ നമുക്ക് ഫൈനലായിട്ടുള്ള വീഡിയോ എടുത്ത് എല്ലാവർക്കും തരാം. താങ്ക് യു.